ഹലോ എസ് എസ് സി സി ജി എല്ലിന്റെ 6ാമത്തെ സെഷനാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ഓൾറെഡി കുറേ സെഷൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻസ് വഴി നോക്കുന്നതും വരായിരിക്കുന്ന എക്സാമിന്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തു പോകുന്നതും. സോ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക ആൻഡ് കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. So, the question, study the given chart and answer the following question. നമ്മുടെ ഡാറ്റ ഇന്റർപ്രിറ്റേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദി പ്രൊഡക്ഷൻ സ്റ്റീൽ ബൈ കേരള? സോ കേരള എന്ന് പറയുമ്പോൾ യെല്ലോ കളറിലുള്ളതാണ്. ആൻഡ് യെല്ലോയിലേക്ക് വരുമ്പോൾ നമ്മൾ 200 ആണ് അവിടുത്തെ വാല്യൂ. ആൻഡ് ചോദിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു സെൻട്രൽ ആംഗിൾ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളയുടെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. ആൻഡ് നമ്മുടെ ടോട്ടൽ വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 200 സോ 600. ആൻഡ് ഇവിടെ ഒരു 60 ഒരു 40ന്റെ കുറവുണ്ട്, പക്ഷെ ആ 40 ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു 20ന്റെ കുറവുണ്ട്, പക്ഷെ ആ 20 ഇവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മൊത്തം 5 എണ്ണം ഉണ്ട്. സോ 1000 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഡിഗ്രി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു സർക്കിൾ പോലെ ആയതുകൊണ്ട് തന്നെ 360 ഡിഗ്രി. അങ്ങനെ 360 ഡിഗ്രിയുടെ ആ കേരള എന്ന് പറയുന്നത് എത്ര പോർഷൻ ആണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ഇവിടെ നമുക്കിത് 200ഉം 1000ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 1/5 എന്ന് വരും. ആൻഡ് 5ഉം 360 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 7 ടൈംസ് ആൻഡ് ദെൻ 2 ടൈംസ് 72 എന്ന് വരും. സോ 72 ഡിഗ്രി എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 72 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ഒരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ കുറച്ച് വലിയൊരു ക്വസ്റ്റൻ ആണ്. ആൻഡ് മോസ്റ്റ്ലി എല്ലാവരും തന്നെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഒരു 30 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെ ഒക്കെ വാല്യൂസ് ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവിടെ ഒരു 40ഉം 50ഉം കൂടി തന്നിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യും എന്നുള്ളത് കൂടി നമ്മുടെ മൈൻഡിൽ വേണം അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ചിലതിന് വാല്യൂ ഇടാം, ചിലതിന് വാല്യൂ ഇടാൻ പറ്റത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വാല്യൂ ഇടാൻ പറ്റാത്തത് വേറെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നിലും വാല്യൂ ഇടാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിലും വാല്യൂ ഇടാതെ എടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ക്വാഡ്രന്റ് സിസ്റ്റം ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്. ക്വാഡ്രന്റ് സിസ്റ്റം ബേസ്ഡ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വാഡ്രന്റ് സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദാറ്റ് നമ്മുടെ സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, കോസ് 90 മൈനസ് തീറ്റ എന്നും എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കോസ് 90 മൈനസ് 30 കോസ് 60 ഡിഗ്രി എന്നും എഴുതാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാം നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ മുകളിലത്തെ പോർഷനോ താഴത്തെ പോർഷനോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ മുകളിലത്തെ പോർഷനെ നമുക്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ നേരം താഴത്തെ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ നോക്കി ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് സൈൻ 50 ഡിഗ്രി ആൻഡ് സൈൻ 60 ഡിഗ്രി. ഇനി നമ്മൾ താഴത്തെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്വാഡ്രന്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ മാറ്റാം. കോസ് 30 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് എടുക്കാം, നമുക്ക് അതിനെ സൈൻ 60 എന്ന് എടുക്കാം. കോസ് 30, അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും സൈൻ 30 എന്ന് പറഞ്ഞാൽ കോസ് 60 ആണെങ്കിൽ കോസ് 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്കത് സൈൻ 60 ആയിരിക്കും. സോ സൈൻ 60 എന്ന് എടുക്കാം. അടുത്തത് കോസ് 40നെ നമുക്ക് എങ്ങനെ എടുക്കാം, സൈൻ 50 എന്ന് എടുക്കാം. ഇവിടെ 90 നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ 50 എന്ന് വരും. അടുത്ത കോസ് 50നെ നമുക്ക് സൈൻ 90 മൈനസ് 50 40 എന്ന് എടുക്കാം. ആൻഡ് കോസ് 60നെ നമുക്ക് സൈൻ 90 മൈനസ് 60 30 എന്ന് എടുക്കാം. ഇനി നമ്മളിവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 60 ആൻഡ് ഇവിടെ 60, 40 40 50 ആൻഡ് 50 എല്ലാം ക്യാൻസൽ. സോ ദ ഫൈനൽ ആൻസർ ഈസ് എന്ന് വരും 1 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി 1 ആണ് നമ്മുടെ ആൻസർ. സോ ഒരു നല്ലൊരു ട്രിഗ്നോമെട്രി ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുമ്മാ നോക്കി ആൻസർ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി HCF ആൻഡ് ദി LCM ഓഫ് ദി നമ്പേഴ്സ് ഹൂസ് LCM ഈസ് 48 ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ ഈസ് 384 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് അവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ LCM തന്നിട്ടുണ്ട് 48 ആണെന്ന്. ആൻഡ് ആ ഉള്ള രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 384 ആണ്. ഇനി നമുക്കറിയാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, ആ രണ്ട് നമ്പേഴ്സിന്റെ HCF ഇൻറ്റു LCM ഈക്വൽ ആയിരിക്കണം. അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ HCF ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, 384 ആയിരിക്കും. സോ HCF നമുക്ക് അറിയത്തില്ല, പക്ഷെ LCM നമുക്കറിയാം. LCM എന്ന് പറയുന്നത് 48 ആണ്. സോ അത് ഈക്വൽ ടു 384 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ 48ഉം 384ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് ഓൾമോസ്റ്റ് ഒരു 8 ടൈംസ് ആയിരിക്കും പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് HCF എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. സോ HCF 8 എന്ന് നമുക്കറിയാം, LCM നമുക്ക് 48 എന്ന് അറിയാം. നിങ്ങളുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ HCF ആൻഡ് LCM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയ HCF LCM ഒന്ന് റേഷ്യോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ HCF ഈസ് ടു
LCM എന്ന് പറയുന്നത് നമുക്ക് HCF 8 എന്നാണ് കിട്ടിയത്. LCM ഓൾറെഡി 48 ഗിവൺ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ രണ്ടുകൂടി നമ്മൾ റേഷ്യോ പോലെ എടുക്കുമ്പോൾ 1:6 എന്നായിരിക്കും വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഓപ്ഷനിൽ 1:6 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആൻഡ് ദെൻ ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് പോകാം. The price of a scooter increases successively by 10%, 5% and 15%. What is the total percentage increase in price of scooter? അപ്പോൾ സ്കൂട്ടറിന്റെ പ്രൈസ് സക്സസീവ് ആയിട്ട് കൂടുകയാണ്. അത് 3% ആണ് തന്നിരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനെ എടുക്കുമ്പോൾ ആദ്യമേ 10ഉം പിന്നെ 5ഉം പിന്നെ 15ഉം ആണ് എടുക്കുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കുക, ഈ വാല്യൂസിനെ നമ്മൾ തിരിച്ച് മാറ്റി എടുത്തു കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് എടുത്താലും നമ്മുടെ ആൻസർ സെയിമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പലർക്കും അറിയാത്തൊരു കാര്യമാണിത്. ഇതേ പെർസെൻറ്റേജുകളെ മാറ്റി എടുത്തു കഴിഞ്ഞാലും എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്താലും ആൻസർ സെയിം തന്നെ കിട്ടത്തുള്ളൂ. ഇനി അതിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സക്സസീവ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ A+B+AB/100 ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തു പോകാം. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമേ 2% എടുത്ത് സോൾവ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആൻസറും മൂന്നാമത്തെ പെർസെൻറ്റേജ് കൂടി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ 100 റുപ്പീസ് ആയിരുന്നു ആദ്യത്തെ പ്രൈസ് എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം ആ ഒരു സ്കൂട്ടറിന്റെ പ്രൈസ് 15% കൂടുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഞാൻ അവിടെ 10 എടുക്കുന്നതിന് പകരം ഏറ്റവും അവസാനത്തെ വാല്യൂ ആദ്യം എടുക്കുകയാണ്. അപ്പോൾ 100ന്റെ 15% എന്ന് പറയുമ്പോൾ 15 ആണ്, കൂടുകയായതുകൊണ്ട് പ്ലസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പുതിയ വില 115 എന്ന് വരും. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും നമുക്ക് അടുത്തത് 5% എടുക്കാം, ബാക്കിൽ നിന്ന് തിരിച്ചെടുക്കാം. ഇപ്പോൾ 5% കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ 115ന്റെ 10% 11.5 എന്ന് വരും. അപ്പോൾ അതിൻ്റെയും പകുതിയാണ് 5%. അപ്പം 11.5ന്റെ പകുതി എന്ന് പറയുമ്പം 5.75 എന്ന് വരും. കൂടുകയായിട്ട് നമുക്ക് പ്ലസ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 115 + 5 എന്ന് പറയുന്നത് 120 എന്ന് വരും. പിന്നെ 0.75 കൂടി ഉണ്ട്. ഇനി 120.75ന്റെ എന്തെടുക്കാം, 10% എടുക്കാം. അപ്പൊ എന്തിനാണ് ഈ 10% അവസാനത്തേക്ക് മാറ്റി വെച്ച് 10% എടുക്കാനല്ലേ എളുപ്പം? അപ്പൊ ഏറ്റവും ആദ്യം തന്നെ 10% എടുത്തുകൂടായിരുന്നു നമുക്ക് തോന്നും. പക്ഷെ അറിഞ്ഞിരിക്കുക, ഇപ്പം പറഞ്ഞത് തന്നെയാണ് 10% എടുക്കാനാണ് ഏറ്റവും എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വാല്യൂവിനെ ആദ്യമേ എടുത്തിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വാല്യൂസിനെ അവസാനത്തേക്ക് മാറ്റി വെക്കുന്നതിന് പകരം ഏറ്റവും പാടുള്ള വാല്യൂസിനെ നമുക്ക് 100 ഒക്കെ വെച്ച് പെട്ടെന്ന് എടുത്തിട്ട് അവസാനം ഏറ്റവും പാടുള്ള വാല്യൂ വരുമ്പോൾ അതിനെ 10 വെച്ച് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നേരെ റിവേഴ്സ് ആയിട്ട് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 10, 5, 15 നിങ്ങൾക്ക് മനസ്സിലാവും. 10 നിങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കും, 5 എടുക്കുമ്പോൾ ഇച്ചിരി പാടായിരിക്കും, 15 എടുക്കുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ആവും. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം 15 എടുക്കുമ്പോൾ വലിയ പാടില്ലായിരുന്നു, 5 എടുത്തപ്പോൾ ഇച്ചിരി ആലോചിച്ചു. ഇനി 10 എടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവിടെ 15 എടുക്കുന്നേക്കാളും എളുപ്പമായിരിക്കും 10 എടുക്കുന്നത്. എന്നാൽ 120.75ന്റെ 10% നമുക്കൊരു പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, 12.075 ആയിരിക്കും വരാൻ പോകുന്നത്. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആ 10% എടുക്കാൻ പറ്റി. പക്ഷെ അത് 15 ആയിരുന്നെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ ഇൻക്രീസ് ആയതുകൊണ്ട് പ്ലസ് വരും. അങ്ങനെയാണെങ്കിൽ 120യുടെ കൂടെ നമ്മൾ 12 കൂടി പ്ലസ് ചെയ്താൽ നമുക്കത് 132 എന്ന് വരും. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ 0.075 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പ്ലസ് ചെയ്യണം. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ സംതിങ് അറൗണ്ട് നമുക്കതൊരു 132 പോയിന്റ് സംതിങ് പെർസെൻറ്റേജിലേക്കായിരിക്കും നമുക്കത് വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേന് 132, 133ലേക്കായിരിക്കും വരുന്നത്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ 132 റേഞ്ചിൽ എത്ര ആൻസർ ഉണ്ടെന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ 32 അല്ലെങ്കിൽ 33 റേഞ്ചിൽ. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 100ൽ തുടങ്ങിയിട്ട് എവിടെ വന്നാൽ നിന്നെ 132 പോയിന്റ് സംതിങ്ങിൽ വന്നാൽ നിന്നെ. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ടോട്ടൽ ഇൻക്രീസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 100ൽ നിന്ന് അത് കൂടി എത്ര ആയി, 32 പോയിന്റ് സംതിങ് ആയി. അപ്പോൾ ആ 32 പോയിന്റ് സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സംതിങ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻസിൽ വരുമ്പോൾ ഓപ്ഷനിൽ ഒരു വാല്യൂ ആണ് 32 പോയിന്റ് സംതിങ് അടുപ്പിച്ച് വരുന്നത്. 33/40 എന്നൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. സോ ആൻസർ വന്നത് 32 പോയിന്റ് സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രീതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ഒരു ജോമെട്രിയുടെ ക്വസ്റ്റൻ ആണ്, സിമിലർ ട്രയാങ്കിൾസിന്റെ. സോ നമുക്ക് അതൊന്ന് ചെയ്യാം. ഇഫ് ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾ ABC and DEF are x² cm² and y² cm² respectively and EF equal to a centimeter, then BC is എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് പറഞ്ഞേക്കുന്നത് ട്രയാങ്കിൾ ABCയുടെയും അതുപോലെ തന്നെ ട്രയാങ്കിൾ DEFും സിമിലർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഏരിയാസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിമിലർ ട്രയാങ്കിൾസിന്റെ തന്നെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEF എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ ഇതിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ BC² ബൈ നമുക്കിവിടെ EF ആണ് തന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ BCയും EFും എടുക്കുന്നത്. EFന്റെ സ്ക്വയർ.
സോ നമുക്ക് ബി സി സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അറിയാവുന്ന തന്നിരിക്കുന്ന വാല്യൂസിനെയൊക്കെ തന്നെ അവിടോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ ആണ്, ഡി എഫിന്റെ ഏരിയ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്, ആൻഡ് ബി സി സ്ക്വയർ നമുക്ക് അറിയത്തില്ല, ആൻഡ് ഇ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. സോ സ്ക്വയർ ഉണ്ടായിട്ട് എ സ്ക്വയർ എന്ന് വരും. സോ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ബി സി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ എ സ്ക്വയർ ബൈ വൈ സ്ക്വയർ എന്ന് വരും. പക്ഷെ നമുക്ക് വേണ്ടിയത് ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കൂടി എടുക്കുകയാണെങ്കിൽ ബി സി ഈക്വൽ ടു നമുക്ക് അവിടുന്ന് എ എച്ച് ബൈ വൈ എന്നായിരിക്കും വരുന്ന സ്ക്വയർ. നമ്മുടെ ആ സ്ക്വയർ എല്ലാം മാറിയിട്ട് എ എച്ച് ബൈ വൈ. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേന് എ എച്ച് ബൈ വൈ, ഓപ്ഷൻ സി എ എച്ച് ബൈ വൈ ആണ് നമ്മുടെ ആൻസർ. സോ ഈ ഒരു സെഷനിലും നമ്മൾ സീജലിന്റെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. ഓൾറെഡി നമ്മളിപ്പോൾ കുറേ സെഷൻസ് ആയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ സെഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രീവിയസ് ഇയർ എക്സാമിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സീജലിന്റെ ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ റെയിൽവേയുടെയും ജി ഡിയുടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അതും കാണാതാണ്. റെയിൽവേയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ജി ഡിയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അത് കാണാതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു മെത്തേഡ് പഠിക്കാൻ കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.